Dear friends, Anandi's kitchen-ലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗോതമ്പ് പൊടിയും പഴവും കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. വൈകുന്നേരം ചായക്ക് കഴിക്കാൻ നല്ലൊരു സ്നാക്കാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പേ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകും. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറയുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യുക. ഒരു മുട്ട അതിൽ ആദ്യം തന്നെ ജാറിലേക്ക് ഒഴിക്കുക. പിന്നെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. 2 കപ്പ് ഗോതമ്പ് പൊടി, ഒരു 1/2 കപ്പ് ഷുഗർ, ഒരു നുള്ള് ഉപ്പ്, ഒരു 3-4 ഏലക്ക പൊടിച്ച്, ഇത് ഒരു 1/2 കപ്പ് നല്ല അമർത്തിയിട്ടുള്ള തേങ്ങയാണ്. തേങ്ങ എത്രത്തോളം കൂടുന്ന സ്വാദ് കൂടും. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചിട്ട് വരാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു നേന്ത്രപ്പഴം ചെറുങ്ങനെ മുറിച്ചിട്ട് ഇത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് എടുക്കാം. ഇത് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇത് മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് പാലും കൂടി ഞാൻ ചേർത്തിനായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര. ഇനി ഇത് കുറച്ചും കൂടി ലൂസാക്കണം എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ലൂസാക്കി എടുക്കാം. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ചും കൂടി ഡയലൂട്ട് ആക്കിയിട്ടുണ്ട്. ഈ ഇതിലാണ് വേണ്ടത് നമുക്ക് ചുടാൻ. ഇതിങ്ങനെ കോരിയിട്ട് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടുള്ള നെയ്യ് വെളിച്ചെണ്ണയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയോ ഓയിലോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഒഴിക്കുക. പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്ത്. ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണ്ടിക്കെങ്കിലും എടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാകട്ടെ. ഇത് ഒരു തവി കൂട്ട് അതിൽ ഒഴിക്കുക. അങ്ങനെ നന്നായിട്ട് കുറച്ച് സ്ലോ ആക്കി വെക്കുക. ഗ്യാസ് സ്ലോ ആക്കിയിട്ട് തിരിച്ച് മറിച്ചിട്ട് വേഗം ബ്രൗൺ നിറായിപ്പോൾ അതുകൊണ്ട് സിമ്മിൽ വെക്കുക. എണ്ണ ഇങ്ങനെ കൂടെ തൂവി കൊടുത്താൽ നന്നായി പൊന്തി വരും. ഇത് നമുക്ക് കോരിയെടുക്കാം. ഈ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾ പെട്ടെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കടി വേണമെന്നുണ്ടെങ്കിൽ ഇത് വേഗത്തിൽ ശരിയാക്കാൻ പറ്റും. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. ഓക്കെ, ബൈ.